ഹായ് ഫ്രണ്ട്സ്, ഇന്നുണ്ടാക്കുന്നത് കുറേ നാൾ കേടുകൂടാതിരിക്കുന്ന ഒരു ലോലോലിക്ക അച്ചാറാണ്. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ലോലോലിക്കയാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. നന്നായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, വെന്ത് പോകാതെ എടുക്കണം. പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. തിളയ്ക്കുന്നതിന് മുമ്പ് ഓഫ് ചെയ്യണം സ്റ്റൗവ്. ലോലോലിക്ക നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളം കളഞ്ഞൊന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അച്ചാർ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 50 ഗ്രാം നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വെളുത്തുള്ളിയും 1/2 കപ്പ് ഇഞ്ചിയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ചേർക്കാൻ ശ്രദ്ധിക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നെല്ലിക്ക വേവിച്ചെടുത്ത വെള്ളം ഉണ്ടല്ലോ, അത് കൂട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കൂട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ലോലോലിക്ക ചേർത്ത് കൊടുക്കാം. ലോലോലിക്ക ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പൊടികളൊക്കെ ഇതിലേക്കൊന്ന് നന്നായിട്ട് പിടിച്ച് വരണം. അച്ചാറിന് കുറച്ചുകൂടി ചാറ് വേണ്ടവർക്ക് ലോലോലിക്ക പുഴുങ്ങിയ വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലോലോലിക്ക അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം ഒരു ബോട്ടിലിലേക്ക് മാറ്റി സൂക്ഷിക്കാവുന്നതാണ്. 2 ദിവസം വെളിയിൽ വെച്ചതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാൽ മതി. കുറേ നാൾ കേടുകൂടാതിരിക്കുന്നതാണ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.